ഇടുക്കിയിലെ പല മേഖലകളിലും വലിയ രീതിയിൽ മലയോര മേഖലയിൽ പ്രത്യേകിച്ചും വലിയ രീതിയിൽ വ്യാപകമായ മഴയായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ ചെറിയ ശമനമുണ്ട്. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം ദ്രുതഗതിയിൽ അവിടെ പുരോഗമിക്കുകയാണെന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും ഇടുക്കിയിൽ നിന്നും ആൽവിൻ കൂടെ ചേരുന്നുണ്ട്. ആൽവിൻ, ഇടുക്കിയിലെ 2 സ്ഥലങ്ങളിലായിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞത് മണ്ണിടിച്ചിലിൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യം. ഇപ്പോൾ അവരെ രക്ഷപ്പെടുത്താനായിട്ടുണ്ടോ? JCB അല്ലെങ്കിൽ ഹിറ്റാച്ചി അടക്കമുള്ള കാര്യങ്ങൾ അങ്ങോട്ട് എത്തിക്കാനായിട്ടുണ്ടോ? എന്താണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം? അടൂർ മലയിലാണ്. അത് ഏതാണ്ട് തൊടുപുഴയ്ക്ക് അടുത്തുള്ള സമീപപ്രദേശം. അത് തൊടുപുഴയുടെ കിഴക്കൻ മേഖല എന്ന് തന്നെ പറയാവുന്ന സ്ഥലമാണ് ഈ അടൂർ മല എന്ന് പറയുന്നത്. അവിടെയാണ് ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുള്ളത്. അവിടെയാണ് ഇപ്പോൾ പ്രധാനമായും ഒരാൾക്കായുള്ള തെരച്ചിൽ നടക്കുന്നത്. മറ്റിടങ്ങളിൽ മണ്ണിടിച്ചിലാണ് ഉണ്ടായത്. 2 ഇടങ്ങൾ, ഒന്ന് വാഗമൺ കോലാഹലമേട്ടിലും അതോടൊപ്പം തന്നെ മറ്റൊരു സ്ഥലത്തുമാണ് ഇപ്പോൾ മണ്ണിടിച്ചിൽ ഉണ്ടായതായി പറയപ്പെടുന്നത്. അവിടെ ഇപ്പോഴും ആളുകൾക്കായുള്ള തെരച്ചിൽ തുടരുകയാണ്. ഇവിടെ ഇപ്പോൾ NDRF സംഘം എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം നമുക്ക് നൽകാൻ കഴിയുന്നത്. നമ്മുടെ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാവുമായിരിക്കും. LDRF സംഘം അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ഉരുൾപൊട്ടലിന്റെ ദൃശ്യങ്ങൾ വളരെ കൃത്യമായി നമുക്ക് ഉണ്ട്. അവിടേക്കാണ് ഇപ്പോൾ NDRF സംഘം JCB അടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് അവർ തെരച്ചിൽ നടത്തുന്നതിന് വേണ്ടി ഉള്ള നടപടികൾ സ്വീകരിക്കുന്നത്. ഇപ്പോൾ വെട്ടം വീണ് വരുന്നതേ ഉള്ളൂ. ഇപ്പോഴാണ് രക്ഷാപ്രവർത്തനം ഊർജിതമാക്കാൻ കഴിയുകയുണ്ടായിരുന്നുള്ളത്. അതുകൊണ്ട് തന്നെ അതിനുവേണ്ടിയുള്ള നടപടികൾ എത്രയും വേഗം നടത്തിക്കൊണ്ട് അവിടെ രക്ഷാപ്രവർത്തന നടപടികൾ പുരോഗമിക്കുകയാണ്. വാഗമൺ കോലാഹലമേട്ടിലാണ് ഒരു വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണത്. അവിടെ ഒരാൾ കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അവരെയും രക്ഷപ്പെടുത്താനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നതാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇടുക്കി ഉപ്പുതറയില് മണ്ണാത്തിപ്പാറ എന്ന സ്ഥലത്താണ്, ക്ഷമിക്കണം, മത്തായിപ്പാറ എന്ന സ്ഥലത്താണ് പോലീസ് ജീപ്പിന്റെ മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണത്. ആ സമയത്ത് പോലീസുകാര് പുറത്തേക്ക് ഇറങ്ങിയ സമയത്താണ് ആ ജീപ്പിന് മുകളിലേക്ക് മണ്ണ് വീണത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആർക്കും പരിക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളത് ആശ്വാസകരമാണ്. ഏലപ്പാറ ചെമ്മണ്ണ് ഭാഗത്താണ് മറ്റൊരു സ്ഥലത്ത് മണ്ണിടിഞ്ഞ് ഒരാളെ ഇപ്പോൾ മണ്ണിടിഞ്ഞ് കുടുങ്ങി കിടക്കുന്നതായി പറയുന്നത്. അവർ വീടിനുള്ളിലാണ് ഇവർ രണ്ടുപേരും. വാഗമണ്ണിലും ചെമ്മണ്ണ് ഭാഗത്തും ഏലപ്പാറ ചെമ്മണ്ണ് ഭാഗത്തുമുള്ള 2 മണ്ണിടിച്ചിലിൽ രണ്ടുപേരും വീടിനുള്ളിൽ തന്നെ കുടുങ്ങി കിടക്കുന്ന സ്ഥിതിയാണ്. അതുകൊണ്ട് തന്നെ വീടിന് നാശമുണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം കൂടുതൽ ഊർജിതമാക്കാൻ കഴിയുമെന്നുള്ളതാണ് ഈ മണിക്കൂറിലെ പ്രതീക്ഷ. പക്ഷേ ഇപ്പോൾ ഈ അടൂർ മലയിൽ സംഭവിച്ചിരിക്കുന്നത് ഉരുൾപൊട്ടലാണ്. അതുകൊണ്ട് തന്നെ ഉരുൾപൊട്ടൽ സ്ഥലത്ത് രക്ഷാപ്രവർത്തനത്തിന് വേണ്ടിയുള്ള നടപടികൾ ഇപ്പോൾ നടത്തുകയാണ്. NDRF സംഘം അടക്കം അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ഉരുൾപൊട്ടി വന്ന ആ സ്ഥലത്തിന്റെ ദൃശ്യങ്ങളും നമുക്കിപ്പോൾ കാണാവുന്നതാണ്. ആ പ്രദേശത്താണ് വലിയ തോതിലുള്ള രക്ഷാപ്രവർത്തന നടപടികൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. വരുന്ന മണിക്കൂറുകളിലും അതിശക്തമായ മഴ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇടുക്കിയുടെ എല്ലാ മേഖലകളിലും മണ്ണിടിച്ചിൽ വലിയ തോതിൽ നടന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് അടിമാലി മേഖലയിലെ വലിയ തോതിൽ വെള്ളം, പുഴ കരകവിഞ്ഞ് വെള്ളം പലയിടങ്ങളിലും വീടുകളിലേക്കുമൊക്കെ കയറുന്ന സ്ഥിതിയുണ്ട്. മച്ചിപ്ലാവ്, ദേവിയാർ, 10 മൈൽ, ദേവിയാർ പുഴ കരകവിഞ്ഞാണ് ഇവിടങ്ങളിലൊക്കെ വെള്ളം കയറിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ കൊച്ചി ധനുഷ്കോടി ദേശീയപാത ചാക്കോച്ചി വളവിൽ വെള്ളപ്പാച്ചിലാണ് വലിയ പാറക്കല്ല് വീണിട്ടുണ്ട്. അത് പൊട്ടിച്ചു മാറ്റാൻ സമയമെടുക്കും. അതുകൊണ്ട് തന്നെ ദേശീയപാതയിലെ ഗതാഗതത്തിനും ഇപ്പോൾ പ്രശ്നമുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഇടുക്കിയുടെ വിവിധ മേഖലകളിൽ വലിയ തോതിലുള്ള മണ്ണിടിച്ചിലും അതോടൊപ്പം തന്നെ മലവെള്ളപ്പാച്ചിലുമുണ്ട്. ഇപ്പോൾ അടൂർ മലയിൽ വലിയ തോതിലുള്ള ഈ ഉരുൾപൊട്ടൽ ഉണ്ടായതിനെ തുടർന്ന് അതിന്റെ താഴത്തേക്കുള്ള പ്രദേശങ്ങളായ അഞ്ചിരി, അതോടൊപ്പം തന്നെ ആനക്കയം മേഖലകളിലൊക്കെ പലയിടങ്ങളിലും പുഴ കരകവിഞ്ഞൊഴുകുകയും വീടുകളിൽ വെള്ളം കയറുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. മുട്ടം അടക്കമുള്ള പ്രദേശങ്ങളിൽ വെള്ളം കയറുന്ന സ്ഥിതിയുണ്ട്. ഇവിടങ്ങളിലെല്ലാം അതിശക്തമായ മഴയെ തുടർന്നും ഇപ്പോൾ ഈ ഉരുൾപൊട്ടലിന്റെ ഭാഗ്യപത്രം എന്ന നിലയിലുമാണ് ഇപ്പോൾ ഇത്രത്തോളം നാശങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഏതായാലും വരുന്ന മണിക്കൂറുകളിലും വലിയ തോതിൽ മഴയ്ക്കുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ മഴ ഉണ്ടാകുന്ന സാഹചര്യമുണ്ടെങ്കിൽ അത് വളരെ ജാഗ്രതപൂർവ്വം വേണം എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം നൽകുന്ന നിർദ്ദേശം. അതുകൊണ്ട് തന്നെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് ഇടുക്കി ജില്ലയിൽ അവധി കൊടുത്തിരിക്കുകയാണ്. പനംകുട്ടി നേരിമംഗലം റോഡിൽ, അതായത് നേരിമംഗലത്ത് നിന്ന് ദേശീയപാത കടക്കാതെ ഇടുക്കിയിലേക്ക് കടന്നു പോകുന്ന റോഡാണ് ഈ നേരിമംഗലം പനംകുട്ടി റോഡ്. അവിടെ പലയിടങ്ങളിലായി മരവും മണ്ണും വീണ് ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. കട്ടപ്പന മുതൽ വാടവരയിലേക്ക് പോകുന്ന വഴിയിലും വലിയ തോതിൽ മണ്ണിടിച്ചിലുണ്ടായി. അവിടെയും ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെയും സമയമെടുക്കും. ഈ പ്രദേശങ്ങളിൽ നിന്നൊക്കെ മണ്ണ് നീക്കം ചെയ്യാനുള്ള സമയമെടുക്കും എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യമായിട്ടുള്ള ആളുകൾ മാത്രമേ ഈ പ്രദേശങ്ങളിലൂടെ പോകാവൂ എന്നുള്ള ഒരു നിർദ്ദേശമാണ് നൽകുന്നത്. ഇപ്പോൾ മഴ മാറി നിൽക്കുന്നു എന്നത് ആശ്വാസമാണ്. ഏതാണ്ടൊരു 5 മണി മുതൽ പുലർച്ചെ 5 മണി മുതൽ മഴ മാറി നിൽക്കുന്ന സാഹചര്യമാണ്. ഏതാണ്ട് 4 മണി 4:30 വരെ അപ്പോൾ ഈ മഴ പെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ രക്ഷാപ്രവർത്തനത്തിന് അതിനൊരു ദുർഘടമായ അവസ്ഥയുണ്ടായി. ഈ പ്രദേശം എന്ന് പറയുന്നത്, ഈ അടൂർ മല പ്രദേശം എന്ന് പറയുന്നത് വലിയ ദുർഘടമായ ഒരു പ്രദേശമാണ്. കുടയത്തൂർ പഞ്ചായത്തിലെ 7-ാം വാർഡിലാണ് ഈ പ്രദേശം എന്ന് പറയുന്നത്. മലമുകളിലേക്കാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് ഈ JCB അടക്കമുള്ള സംവിധാനങ്ങൾ എത്തിച്ചേരണമെങ്കിലുള്ള
പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം ഊർജിതമാക്കിയിട്ടുള്ളത്. അല്പസമയം മുമ്പാണ് NDRF സംഘം അവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. MP ഡീൻ കുര്യാക്കോസ് അടക്കമുള്ള ആളുകൾ പുലർച്ചെ 3:30 മുതൽ തന്നെ ആ പ്രദേശത്തുണ്ട്. രക്ഷാപ്രവർത്തനത്തിന് വേണ്ട നേതൃത്വം നൽകുന്നുണ്ട്. താലൂക്ക് കേന്ദ്രീകരിച്ചുള്ള ഏകോപനം നടത്തിവരികയാണ്. തൊടുപുഴ താലൂക്കിലെ പലയിടങ്ങളിലും വെള്ളം കയറിയിട്ടുണ്ട്. തൊടുപുഴ നഗരത്തിൽ പോലും അതിശക്തമായ മഴയെ തുടർന്ന് പലയിടങ്ങളിലും വെള്ളം കെട്ട് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഏതാണ്ട് ഒരു 2 മണിക്കൂർ മഴ മാറി നിന്നതുകൊണ്ട് തന്നെ നഗരപ്രദേശങ്ങളിലെ വെള്ളം ഇപ്പോൾ വലിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ മലയോര മേഖലകളിൽ നിന്ന് ഈ ഉരുൾപൊട്ടൽ ഉണ്ടായ സ്ഥലത്തു നിന്ന് താഴേക്കുള്ള പ്രദേശങ്ങൾ അവിടെയെല്ലാം വലിയ തോതിൽ മലവെള്ളപ്പാച്ചിലുണ്ട്. ആ മലവെള്ളപ്പാച്ചിൽ ഉള്ളതുകൊണ്ട് തന്നെ പല വീടുകളിലേക്കും വെള്ളം കയറിയിട്ടുണ്ട്. അവിടുന്ന് പലരെയും മാറ്റിപ്പാർപ്പിക്കാനുള്ള നടപടികൾ ഇപ്പോൾ സ്വീകരിച്ചു വരികയാണ്. പൊടുന്നനെ ഉണ്ടായ മഴയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത്രത്തോളം മഴയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകളൊന്നും മറ്റും തുറക്കേണ്ട ഒരു സാഹചര്യം ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പ് തുറക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ജില്ലാ ഭരണകൂടം നൽകുന്ന വിവരം. ഉടൻ തന്നെ അതിനുവേണ്ട സജ്ജീകരണങ്ങൾ നടത്തുകയാണ്. ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഏതായാലും ഇടുക്കിയുടെ പല മേഖലകളിൽ വ്യാപകമായി മണ്ണിടിച്ചിലും അതോടൊപ്പം തന്നെ മലവെള്ളപ്പാച്ചിലുമുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനം അടൂർ മലയിലെ ഉണ്ടായ ഉരുൾപൊട്ടലാണ്. അതിൽ ഒരാളെ ഇപ്പോഴും കണ്ടെത്താനുണ്ട്. ഒരാളൊക്കായി തെരച്ചിൽ തുടരുകയാണ്. സുമതി എന്ന ആളാണ്. മഷിത്തണ്ട് വീട്ടിൽ സുമതി എന്ന ആളെയാണ് ഇപ്പോൾ അന്വേഷിക്കുന്നത്. മണ്ണിനടിയിൽ അകപ്പെട്ടതാകാമെന്നുള്ളൊരു സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അത്തരത്തിലുള്ള ഒരു രക്ഷാപ്രവർത്തനത്തിനുള്ള തെരച്ചിൽ നടത്തുന്നത്. മറ്റ് 2 സുമതിയുടെ ഭർത്താവ് രവിയെയും മകൻ രതീഷിനെയും അവിടെ നിന്ന് നേരത്തെ തന്നെ രക്ഷപ്പെടുത്തി തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു.